ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയിക്കൊണ്ട് എല്ലാവരും എന്തെടുക്കാണ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനും വസുക്കുഞ്ഞും ചേട്ടായും കൂടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ വസുക്കുഞ്ഞുണ്ടായതിന് ശേഷം എല്ലാ ഞായറാഴ്ചകളും അമ്പലത്തിൽ പോകണമെന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 6-ാം മാസത്തിൽ ചോറൂണിന് ശേഷമാണല്ലോ നമ്മൾ സാധാരണ അമ്പലത്തിൽ കയറുന്നത്. അതുവരെ നല്ല കട്ട വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. അപ്പം ചേട്ടായിക്ക് ഒഴിവ് കിട്ടുന്ന ഈ ഞായറാഴ്ച ഞങ്ങൾ മാക്സിമം അമ്പലങ്ങളിൽ പറ്റുന്ന ഞായറാഴ്ചകളെല്ലാം പോകണമെന്ന് തീരുമാനിച്ചായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വസുക്കുഞ്ഞിനെ കണ്ട് നമ്മുടെ എരുമേലി അമ്പലത്തിൽ പോവാണ് കേട്ടോ. എരുമേലി അയ്യപ്പ ക്ഷേത്രത്തിൽ പോവാണ്. അപ്പോൾ വസുക്കുഞ്ഞിനെ കൊണ്ട് പോകുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് എനിക്ക് മുഖത്ത് കേട്ടോ. ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പേ ഞാൻ ഈ അമ്പലങ്ങളിലൊക്കെ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞാവ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ നടത്തുന്നതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഈ ഞായറാഴ്ച സ്പെഷ്യലാണ് കേട്ടോ അമ്പലത്തിൽ പോക്ക്. അപ്പം നമ്മൾ എരുമേലി അമ്പലത്തിൽ പോവാണ്. എല്ലാവർക്കും അറിയാമല്ലോ, എരുമേലി അമ്പലം വളരെ പ്രശസ്തമായിട്ടുള്ള അമ്പലമാണ്. അപ്പോൾ അപ്പുറത്ത് വാവർ പള്ളിയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരാം. ഇപ്പം അമ്പലത്തിൽ മാത്രമേ കയറുന്ന വീഡിയോയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ അയ്യപ്പന്മാരുടെ കുറേ നാൾ കൂടിയാണ് ഞാനും അമ്പലത്തിലോട്ടൊക്കെ വരുന്നത്, അതും എൻ്റെ കുഞ്ഞിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അതിൻ്റെ സന്തോഷം അത് വേറെ തന്നെയാണ്. പിന്നെ നമ്മളത് അവിടെ ഒരു വലിയ മിറർ ഉണ്ടായിരുന്നു, അതിനകത്തൂടെ നോക്കി ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ തൊഴുതിറങ്ങി കേട്ടോ. അതിനുശേഷം ഞാനൊരു സംഭവം കണ്ടു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ അയ്യപ്പന്മാർക്ക് കുളിക്കാനായിട്ടുള്ള ഷവറാണ് കേട്ടോ, 2 സൈഡിലും ഉണ്ട്. അപ്പോൾ അതിനുശേഷം അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ചേത്തക്കൽ അമ്മയുടെ അടുത്തോട്ട് പോവാണ്. ചേത്തക്കൽ ശ്രീദേവി ശാസ്താ ക്ഷേത്രമാണ്. അപ്പം നമ്മുടെ പൊന്തപ്പുഴ വനമാണ് കേട്ടോ ഇത്. എനിക്ക് പണ്ട് അമ്മയുടെ കൂട്ടത്തിൽ ഞാൻ അമ്മ വീട്ടിൽ പോകുന്നുണ്ട് ഈ വനം ആവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാര്യം നല്ല രസം അതിനകത്തൂടെ പോകാനായിട്ടും കാണാനായിട്ടും. നല്ല തണുപ്പൊക്കെയാണ്. പോകുന്ന വഴിക്ക് വസുക്കുട്ടൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ചുകൊണ്ടൊക്കെ പോകുന്നില്ല, അതിൻ്റെ ക്ഷീണം അവൻ എന്തായാലും ഉണ്ടാവും. അവൻ ഉറങ്ങട്ടെ. അതിനുശേഷം നമ്മൾ മുക്കടയിൽ നിന്ന് ഇതുപോലെ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞൊരു റോഡുണ്ട്, അതുവഴി കയറിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് നമ്മൾ ചേത്തക്കലമ്മയുടെ നടയിലെത്തിയിരിക്കുകയാണ്. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ചെക്കപ്പിനൊക്കെ പോകുമ്പോൾ ഈ അമ്പലത്തിന് മുമ്പിൽ കൂടെ പോകാറുണ്ട്. പിന്നെ മാനസയുടെ വീട്ടിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന സമയത്ത് ഈ അമ്പലത്തിലൊന്ന് കയറണമെന്ന് അന്നുമുള്ള ആഗ്രഹമാണ് കേട്ടോ. കുഞ്ഞിലൊരിക്കൽ കയറിയതാണ്, അതിൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല. അപ്പോൾ എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വരണമെന്ന് ഞാൻ ചേട്ടനോട് എപ്പോഴും പറയുമായിരുന്നു. എന്ത് നല്ല അമ്പലമാണെന്നറിയോ, നല്ല ഐശ്വര്യമുള്ള നല്ല സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷവും നല്ല കാറ്റും കുളിരും. എന്ത് രസമാണ് കാണാൻ തന്നെ എന്നറിയോ. ഞാൻ ഇവിടെ വന്നില്ലാന്ന് എനിക്ക് ഏറ്റവും വലിയൊരു നഷ്ടമായേനെ. മാത്രമല്ല ഇന്ന് അവിടെ ഒരു കല്യാണം കൂടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ പോയതൊരു എൻഗേജ്മെൻറ്റിനാണ്. വസുവിൻ്റെ ഡ്രസ്സൊക്കെ മാറി കേട്ടോ, മുണ്ടൊക്കെ മാറി. നമ്മുടെ ഒരു ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. വളരെ അടുത്ത റിലേറ്റീവ്സും ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. കണ്ടില്ല, വളരെ ചെറിയൊരു ഫംഗ്ഷനായിരുന്നു അത്. എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ പോയതായിരുന്നു, ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല കുറേ നേരം ഇവനിങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ ഇരുന്നെങ്കിലും ചൂടൊക്കെ കാരണം അവനും ഇച്ചിരി സീനായിരുന്നു. പിന്നെ അവനെ ഞാൻ കിടത്തി ഉറക്കി, പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. ഇതാണ് കേട്ടോ ചെക്കനും പെണ്ണും. അപ്പോൾ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം വസുക്കുഞ്ഞിനെ ഞാൻ ഉറക്കി കിടത്തി കേട്ടോ. നല്ല ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ വസുക്കുഞ്ഞ് കരഞ്ഞ് ലാസ്റ്റ് ഉറങ്ങിപ്പോയി. അങ്ങനെ അവനെ ഉറക്കി കിടത്തിയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. എന്നെ ശരിക്കും വിശന്ന് വിറച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.